ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് സേലത്തേക്ക് പോവാണ്. തമിഴ്നാട് സേലത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പായിട്ട് വീണ്ടും പോവാണ് കേട്ടോ. രാത്രി നമ്മളൊരു 9:30 കൂടിയിട്ട് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു എറണാകുളം സൗത്തിൽ നിന്ന്. രാവിലെ വെളുപ്പിന് ഒരു 4:30 ആയപ്പോഴത്തേക്കും സേലം ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ വന്നാൽ നമ്മൾ ആദ്യമായിട്ട് അവിടുത്തെ ചായ കുടിച്ച് തുടക്കം ഇടണം എന്നാണ്. കാരണം എന്താന്ന് വെച്ചാൽ തമിഴ്നാട് ചായ ഒരു പ്രത്യേക വികാരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കേരളത്തിലൊക്കെ ചായ കുടിക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തമിഴ്നാട് ചായക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പിൽ കയറി. രാവിലെ 4:30 ആയിട്ടുള്ളെങ്കിലും ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഒരു സ്ട്രോങ് ടീ ആണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സിൽ ഒരാൾ പറഞ്ഞിട്ടുള്ളത് കോഫി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കോഫിയും ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ടിന്റെ അങ്കിളിന്റെ വീട്ടിലാണ് കേട്ടോ. സേലത്ത് തന്നെയാണ് ആളുടെ വീട്. അപ്പോൾ ഓട്ടോ ചേട്ടനോട് ആ അങ്കിള് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്കിളുടെ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്കിളുടെ വീട്ടിൽ വന്നു. അപ്പോൾ താഴത്തെ ഫ്ലോറിലാണ് അങ്കിളും ആന്റിയും താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അവരെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് മുകളിലത്തെ ഒരു ഫ്ലോർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാൽക്കണിയിൽ നിന്നാലെ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. സേലത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അങ്കിളിന്റെ വീട് വരുന്നത്. അവിടെ ഞങ്ങൾ ഒരു 1.5 മണിക്കൂറോളം ഒന്ന് ഉറങ്ങിയൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങളത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സേലത്ത് തന്നെയുള്ള ലക്ഷ്മി പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദി ഫേമസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ നല്ല തളിർ വാഴയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 3 ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളത് ദോശയാണ്, പല ടൈപ്പ് ദോശയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ശ്രീദേവി പറഞ്ഞിട്ടുള്ളത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യം തന്നെ ചട്നിയും സാമ്പാറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് വന്നത് അവളുടെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇഡ്ഡലിയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ദോശയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് മസാല ദോശ വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ആഷ്മിയാണ് മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളിങ്ങനെ കിട്ടിയ പാടെ കുറച്ചെടുത്ത് കഴിച്ചൊക്കെ നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെയ് റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവളും കഴിച്ചിട്ട് അതും നല്ല ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒനിയൻ ദോശയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. വെയിറ്റ് ചെയ്താലും സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടോ കഴിച്ചപ്പോൾ. ഞാൻ ഒനിയൻ ദോശ ഇതിനു മുന്നേ ഒരു തവണ കഴിച്ചിട്ടുണ്ട്. ആ കഴിച്ചതിനെക്കാട്ടിലും എനിക്ക് ഇവിടുത്തെ ദോശയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരു ചായയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയും ചായയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വയറൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ ഞാവൽപ്പഴം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാവൽപ്പഴം കണ്ടപ്പോഴത്തേക്കും എനിക്ക് കുട്ടിക്കാലത്തെ കുറേ അധികം ഓർമ്മകളിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇതുപോലെ ഇഷ്ടംപോലെ ഞാവൽപ്പഴം ഉണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും സൈസ് ഇല്ല, ചെറിയ സൈസിലുള്ള ഞാവൽപ്പഴങ്ങളാണ്. അങ്ങനെ അങ്കിള് ഞങ്ങളെ സേലം ന്യൂ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പോവാനിരിക്കുന്ന സ്ഥലം സേലത്തിലെ തന്നെയുള്ള ഏർക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. സേലത്ത് നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ട്രാവൽ ഉണ്ട്. അപ്പൊ നമ്മള് തമിഴ്നാടിന്റെ TNTCയിലാണ് ഏർക്കാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹെയർ പിൻ വളവുകളൊക്കെയാണ് കേട്ടോ. ഒരു ടോപ്പിലുള്ള ഒരു സ്ഥലമാണ് ഏർക്കാട്. വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസും ആണ് തമിഴ്നാട്ടിലെ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ TNTCയിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പഴയ ആ TNTCയിലാണെങ്കിൽ പഴയ കുറേ തമിഴ് പാട്ടുകളൊക്കെ ഇടും കേട്ടോ. അതൊക്കെ കേട്ടിങ്ങനെ നമ്മൾ പറയില്ലേ നാട്ടിലാണെങ്കിൽ KSRTCയിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പോകുന്നതിനൊരു പ്രത്യേക ഫീലാണെന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ തമിഴ്നാടിന്റെ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ടോപ്പിലേക്ക് എത്തുന്നതോറും നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹെയർ പിൻ വളവുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒരു ടോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ 2 സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ട് നമ്മളിത് ഏർക്കാട് എത്താൻ പോവാണ് കേട്ടോ.
ഏർക്കാടിന്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്ക് ഏർക്കാടിലുണ്ട് കേട്ടോ. ഏർക്കാട് എത്തിയപ്പോഴേക്ക് നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പിനെ ഒന്നും വകവയ്ക്കാതെ ഞാനും എൻ്റെ ഫ്രണ്ട് ശ്രീദേവിയും ഒരു തവണ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഐശ്വര്യ ആഷ്മി ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഏർക്കാട് എത്തുന്നത്. അപ്പോൾ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഇതുപോലെ ഏർക്കാടിലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ലേക്കിന്റെ സൈഡിൽ കുറേ നേരം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏർക്കാട് നമുക്ക് ഈ ഒരു ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ബോട്ടിങ്ങിനൊക്കെ പോയാൽ ഒരുപാട് ടൈം പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോയിട്ടില്ല. അതിന് ഉള്ളിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതുപോലെ അവക്കാഡോ ഒരുപാട് ഇങ്ങനെ വിൽക്കാനായിട്ട്, അത് ഈ ഏർക്കാട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അവക്കാഡോ തോട്ടങ്ങള്. അപ്പൊ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന ഫ്രഷ് ആയിട്ടുള്ള അവക്കാഡോകളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു പോകുമ്പോൾ എന്തായാലും അവക്കാഡോ വാങ്ങണം എന്നുണ്ടായിരുന്നു. കാരണം കിലോയ്ക്ക് 80 രൂപ മാത്രമാണ് കേട്ടോ. നമ്മളിതേ കാക്കനാടൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വില ചോദിക്കാറുണ്ട്. അപ്പോൾ 250 രൂപ മേലേക്കാണ് അവക്കാഡോയുടെ വില വരുന്നത്. അപ്പൊ എന്തായാലും ഇവിടുന്ന് കുറച്ച് മേടിച്ചുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റാർ ഫ്രൂട്ട് ഞാൻ ഇതുവരെ മുന്നേ കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ അതേ നമ്മുടെ നാട്ടിലെ ചാമ്പങ്ങ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ചാമ്പങ്ങ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇത് വേണ്ടാതെ നമ്മൾ കളയുന്ന സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ഒരു ഗാർഡനിലേക്കാണ് കേട്ടോ, ഏർക്കാടിലെ റോസ് ഗാർഡൻ. അപ്പോൾ ഗാർഡനിൽ ഞങ്ങൾ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 40 രൂപയോ മറ്റോ ആയിരുന്നു. അവിടുന്ന് നമ്മൾ ഗാർഡന്റെ ഉള്ളിലേക്ക് കയറി. ഒരുപാട് പൂക്കളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ സീസൺ ടൈമിലായിരിക്കും നിറയെ പൂക്കളും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. എന്നാലും അത്യാവശ്യം നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നാലും ഇങ്ങനെ നടന്ന് കഥയൊക്കെ പറഞ്ഞ് നടക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. എന്തായാലും ഗാർഡനും പിന്നെ ഇതുപോലെ ഇടയ്ക്ക് റോസാപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ റോസാപ്പൂവിന്റെ ഒക്കെ ഇങ്ങനെ ചോട്ടിലൊക്കെ നിറയെ കാട് കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഏർക്കാട് തന്നെ ടോപ്പിലായിട്ടുള്ള ഒരു ഹിൽ വ്യൂവിലേക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ കമ്മൽ ചെടികൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര കാറ്റായിരുന്നു. ആ കാറ്റത്ത് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ ഇങ്ങനെ ആ കാറ്റിന്റെ ഒരു ശക്തിയിൽ ഇങ്ങനെ ഒരു താളം പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പണ്ട് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് ഈ കമ്മൽ ചെടികൾ ഓണസമയത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അത്തപ്പൂ ഇടാനൊക്കെ ഇത് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മലയുടെ മുകളിൽ എത്തിയപ്പോഴത്തേക്കും കാറ്റ് കാരണം ഞങ്ങൾ തന്നെ നിന്ന സ്ഥലത്തുനിന്ന് ചെരിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. അത്രയും കാറ്റായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഒരു ഉച്ചയൊക്കെ വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾക്ക് സേലത്തെത്തിയിട്ടും 2-3 മോളിലും ഒക്കെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തിരിയുന്ന സമയത്ത് കുറെ ബൈക്ക് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏർക്കാടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. തമിഴ്നാടൻ ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്വാദാണ്, ഒരു ഫ്ലേവർ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല. അപ്പൊ അതെ ഞങ്ങൾ 3 ആള് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാള് കൊത്തുപൊറോട്ടയായിരുന്നു കേട്ടോ. അപ്പൊ കൊത്തുപൊറോട്ട നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു രീതിയിലുള്ളതല്ല. പക്ഷെ അവള് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളും കഴിച്ചു. ബിരിയാണി ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഹാഫ് കഴിച്ചപ്പോഴേക്കും വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. ബാക്കി കഴിക്കാനേ പറ്റുന്നില്ല. പിന്നെ ഇതുപോലെ ചിക്കൻ 65 ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ നിന്ന് തമിഴ്നാടിന്റെ ട്രാൻസ്പോർട്ട് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ തിരിച്ച് സേലത്തിന് വന്നു. സേലത്ത് വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയിട്ടോ സേലം തിരിച്ചെത്തുമ്പോൾ. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഡിമാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഓഫറാണ്. അപ്പൊ ഞങ്ങളിതേ ഇതുപോലെ ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. ഈ പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ഒക്കെ നമുക്ക് ഫ്രിഡ്ജിലെ സാധനങ്ങൾ എടുത്തു വെക്കാനും പിന്നെ ഇതുപോലെ പൊടികൾ ഇട്ട് വെക്കുന്നതും ഏതെടുത്താലും 99 രൂപ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അങ്ങനെ റൂമിലെത്തി നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ മോർണിംഗ് ഞങ്ങൾ സേലത്ത് തന്നെയുള്ള മാരിയമ്മൻ ടെമ്പിള്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ്. അവിടെയും പിന്നെ അതുപോലെ തന്നെ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ ഇതുപോലെ പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പൊ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ സൺഡേ മോർണിംഗിലെ കാര്യമാണ് കേട്ടോ.
സൺഡേ മോർണിംഗ് ഒരു 7 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതേ സൈഡിലായിട്ട്, മാർക്കറ്റിന്റെ സൈഡിലായിട്ട് ഇതുപോലെ കുറേ ആടുകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് പഴം പച്ചക്കറി മാർക്കറ്റാണ്. ഇവിടുത്തെ ഒരു ബീട്രൂട്ടിന്റെ വലുപ്പമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടോ. ഇതൊക്കെ ഇവര് ഫ്രഷ് ആയിട്ട് തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന പച്ചക്കറികളാണ്. അപ്പൊ സൺഡേ രാവിലെ വന്നാൽ നമുക്ക് ആ ഒരു വീക്കിലേക്കുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഫ്രഷ് ആയിട്ട് തന്നെ രാവിലെ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഞങ്ങൾ പണ്ട് 5 വർഷം മുന്നെയാണ് കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ടും സേലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ റൂമിലേക്കുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഈ ഒരു മാർക്കറ്റിൽ നിന്നായിരുന്നു മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ രാവിലെ വന്നിട്ട് പോലും ഈ മാർക്കറ്റിൽ നല്ല തിരക്കാണ്. അപ്പൊ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പാവയ്ക്ക് ഞങ്ങൾ വെറുതെ വില ചോദിച്ചപ്പോൾ കിലോ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇഷ്ടം പോലെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു മാർക്കറ്റ്. ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര വിലക്കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ ഫ്രൂട്ട്സിനും 100 രൂപയിൽ താഴെയൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ കിലോയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മാർക്കറ്റിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ ഫ്രൂട്ട്സ് ഒക്കെ നാട്ടിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ തന്നെ അടുത്തുള്ള ഒരു ടെമ്പിളിൽ കയറിയിട്ടോ. ഞങ്ങൾ ടെമ്പിളിൽ കയറിയപ്പോൾ തന്നെ അവിടുത്തെ പൂജാരി ഇതുപോലെ അവർക്ക് ചന്ദനവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ ഒരു പാട്ടി അവിടെ പുളി വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞിരുന്നു പുളി മേടിച്ചോളാൻ. കിലോയ്ക്ക് 80 രൂപയായിരുന്നു പുളിക്ക്. അപ്പൊ അങ്ങനെ ഞാൻ 1 കിലോ മേടിച്ചു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം 1/2 കിലോ വീതം വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങള് മാരിയമ്മൻ ടെമ്പിളിൽ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ മാരിയമ്മൻ ടെമ്പിളിൽ എന്തോ ഒരു ഉത്സവം നടക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അതിന് പുറത്തായിട്ട് ഇതുപോലെ കുറേ പൂജാദ്രവ്യങ്ങളും പിന്നെ പൂക്കൾ വെക്കുന്ന ആൾക്കാരെയും കാര്യങ്ങളും ഒക്കെ കണ്ടു. അപ്പോൾ ഇവിടുത്തെ അമ്പലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ തിരിച്ചൊരു 11:30 ആയപ്പോൾ ആന്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും ആന്റി ഇതുപോലെ ബ്രൗണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആന്റി ഇങ്ങനെ ബ്രൗണി ഉണ്ടാക്കി പുറത്ത് വിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ആന്റിക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഓർഡർ വന്ന് മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കും ആന്റി ഇങ്ങനെ ബ്രൗണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാവരും മുല്ലപ്പൂവൊക്കെ ചൂടി ഇനി ഉച്ച കഴിഞ്ഞിട്ട് വേറൊരു ഇവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള 1008 ശിവലിംഗ ടെമ്പിളിൽ പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി വന്നപ്പോഴത്തേക്കും ആന്റി ബ്രൗണി കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക വീടുകളിലും ഇതുപോലെ മനോഹരമായിട്ടുള്ള പൂജാ റൂമുകൾ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ബ്രൗണിയൊക്കെ കട്ട് ചെയ്തു. പൊതുവെ എനിക്ക് ചോക്ലേറ്റിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ പക്ഷെ ബ്രൗണി കഴിച്ചിട്ട് ഇവരൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ എനിക്കും കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി. ഞാനും ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് നട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബ്രൗണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് മധുരമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പാകത്തിനുള്ള ഒരു മധുരമായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ബസ് കയറി. സേലത്ത് നിന്ന് ബസ് കയറിയിട്ട് 1008 ശിവലിംഗ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള 1008 ശിവലിംഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റി നമ്മൾ ടോപ്പിലേക്ക് പോകണം. ഈ ശിവലിംഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് മുകളിൽ പോകുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടുള്ള ശിവലിംഗം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് ഒരുപാട് വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെയിലുണ്ടെങ്കിൽ നമ്മൾ മടുത്തു പോവും പെട്ടെന്ന് തന്നെ. അപ്പൊ അത്രയ്ക്ക് വെയിലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്രയും ടയേർഡ് ആവുന്നില്ല. അങ്ങനെ ഞങ്ങള് പോയി കുറേ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ടോപ്പിലെ വ്യൂ അതിമനോഹരമായിരുന്നു. അങ്ങനെ ഞങ്ങള് അമ്പലത്തിന്റെ ആ ഒരു പരിസരത്തോടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ട്രഡീഷണൽ അമ്പലങ്ങളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ഞങ്ങളും അതുപോലെ അവിടെ ഒരു മുല്ലപ്പൂ വിൽക്കുന്ന ഒരു പാട്ടി ഉണ്ടായിരുന്നു. ആ പാട്ടിയുടെ കയ്യിൽ നിന്ന് ഇതുപോലെ മുല്ലപ്പൂ വാങ്ങി തലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു വൈബ് പിടിക്കണമല്ലോ, അതുകൊണ്ട്. അങ്ങനെ ഞങ്ങളൊരു കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ തിരികെ നമുക്ക് പോവാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ കുറേ മനോഹരമായിട്ടുള്ള ഓർമ്മകളുമായിട്ട് സേലത്തുനിന്ന് ഞങ്ങൾ മടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടാൻ മറക്കല്ലേ.